രാധികയ്ക്കുള്ള പ്രതിഫലത്തിന്റെ ചെക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പേരെഴുതി കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പിന്നെ സംശയിക്കുന്ന എന്തിനാ? രാധികയുടെ പേരെഴുതി ചെക്കൻ എഴുതി കൊടുക്ക. അല്ല, ഈ പാട്ടുകാര് തമ്മിലുള്ള വ്യത്യാസം വല്ലതും തുകയില്? അതവരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. എനിക്ക് പാക്കേജില്ലേ, എത്രയാണോ പാട്ടിന് ഫിക്സ് ചെയ്യുന്നത് അത് രാധികയ്ക്ക് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അയ്യോ സർ, വലിയ പ്രതിഫലമൊന്നും എനിക്ക് വേണ്ട. അങ്ങയുടെ സംഗീതത്തില് ഒരു പാട്ട് പാടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യം. ഒരു കാര്യത്തിന്റെ വില നിശ്ചയിക്കുന്നത് അതിന്റെ അവസരമാണ്. ഇതിപ്പോ ഒരു നിർണായക സമയത്താ പാടിയത്. അപ്പോ അതിനനുസരിച്ച് എന്റെ വില കൂടുന്നു, അത്രേ ഉള്ളൂ. താനത് എഴുതിക്കൂടെ? രാധിക എന്ന് തന്നെയല്ലേ പൂർണ്ണമായിട്ടുള്ള പേര്? രാധിക വരുൺ. പേരെഴുതാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. റെക്കോർഡിംഗ് കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഈ കുട്ടിയാണ് നമ്മുടെ പാട്ട് പാടിയത്. ഇവളെങ്ങനെ ഈ സിനിമയിൽ പാടും? മാഡം, അത് റാണി വന്നിരുന്നു. അവർക്കെന്തോ ഒരു യാത്ര ഉള്ളതുകൊണ്ട് പാട്ട് പാടാതെ തന്നെ ഇറങ്ങിപ്പോയി. പിന്നെ ഇന്ന് തന്നെ റെക്കോർഡിംഗ് തീർക്കണമെന്നുള്ളതുകൊണ്ട്. എന്റെ സിനിമയിൽ ആര് പാടണമെന്ന് തന്റെ ഇഷ്ടത്തിനാണോ തീരുമാനിക്കുന്നത്? താൻ ഞങ്ങളുടെ സിനിമയെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നെ? ആർക്കും കയറി എന്തും ചെയ്യാന്നാണോ? ആണോടോ? എന്താ നിങ്ങൾ മര്യാദ ഇല്ലാതെ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്? ഇവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയില്ല. ഒരുപക്ഷെ രാധിക പാടിയില്ലെങ്കിൽ ഇവിടെ റെക്കോർഡിംഗ് തന്നെ നടക്കില്ലായിരുന്നു. പാട്ട് അതിമനോഹരമായി രാധിക പാടി, നോ ഡൗട്ട്. ആ പാട്ടേ ഞങ്ങളുടെ സിനിമയിൽ വേണ്ട. മനസ്സിലായില്ലേ? ഇവള് പാടി ഒരു വരി പോലും ഞങ്ങളുടെ സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഭാഷ പിടിക്കാൻ പറ്റില്ലല്ലോ മാഡം. ഞാൻ നിങ്ങളുടെ സിനിമയിൽ മ്യൂസിക് കേട്ടിരിക്കുന്നത് പാക്കേജ് ആയിട്ടാണ്. ഗായിക ആര് വേണമെന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. അതിന് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞങ്ങൾ അനുസരിക്കണോ? ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇവളുടെ പാട്ടും വെച്ച് പടം ഇറക്കുന്നതിനേക്കാൾ നല്ലതേ ആ ഇറക്കിയ പടം പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും ഞങ്ങള്. അവലക്ഷണമാ. എവിടെ ചെന്ന് നിന്നാലും അവിടെ നശിച്ച ചരിത്രമാണോ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്. എനിക്ക് ഇവരുടെ സ്വഭാവത്തിനെ കുറിച്ചോ സമ്പാദ്യത്തിനെ കുറിച്ചോ അറിയേണ്ട കാര്യമില്ല. എനിക്ക് ഇവരുടെ സംഗീതത്തെ കുറിച്ച് അറിഞ്ഞാൽ മതി. അതെനിക്ക് ബോധ്യപ്പെട്ടു.